അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച ദിവസം റജബ് 1. പരിശുദ്ധമായ റജബ് മാസം ആഗതമായി വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. കാരണം പരിശുദ്ധമായ റമദാനിൻ്റെ വരവറിയിച്ചുകൊണ്ട് കടന്നു വരുന്ന 2 മാസങ്ങളാണ് റജബും ഷഅബാനും. ആ റജബാണ് നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസവുമാണ് റജബ് മാസം എന്ന് നമുക്കൊക്കെ അറിയാം. പരിശുദ്ധമായ റജബ് മാസം ആഗതമായി കഴിഞ്ഞാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ ചെയ്യുമായിരുന്നു. ഏതാണ് ആ ദുആ? അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖല റജബുൻ, പരിശുദ്ധമായ റജബ് മാസം ആഗതമായാൽ ഖാല, ഹബീബായ തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. പരിശുദ്ധമായ റജബ് മാസം ആഗതമായി കഴിഞ്ഞാൽ, അതായത് നമ്മളിലേക്ക് ആഗതമായ ഈ മാസം ആഗതമായാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും തൊട്ടടുത്തായി വരാൻ പോകുന്ന ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വബല്ലിഗ്നാ ശഹ്റ റമളാൻ വബല്ലിഗ്നാ റമളാൻ, റമളാൻ മാസത്തെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ റമളാനിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, ഞങ്ങളെ റമളാനിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തെ വരവേൽക്കാൻ, പരിശുദ്ധമായ റമളാനെ വരവേൽക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. അപ്പം നമ്മൾ റജബ് മാസത്തിൽ ബറക്കത്ത് തരണേ എന്ന് ചോദിച്ചു. ശഅബാനിലും റജബിലും ബറക്കത്ത് തരണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഈ ബറക്കത്ത് ഏതിലാണ്? ഈ ബറക്കത്ത് ഏതിൽ ബറക്കത്ത് കിട്ടണേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ബറക്കത്ത് എല്ലാത്തിനുമുള്ള ബറക്കത്താണ്. അപ്പം നമ്മൾ ആ ദുആ ഒഴിവാക്കാൻ പാടില്ല. പരിശുദ്ധമായ റജബ് 1 മുതൽ, അതായത് ഇന്ന് മുതൽ നമ്മൾ റജബ് മാസം 29 അല്ലെങ്കിൽ 30 വരെ ഈ ദുആ ചെയ്യുന്നു. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ദുആ അരക്കണം. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഈ ദുആ അരക്കണം. പള്ളിയിൽ ഉസ്താദ് ദുആ അരക്കുമ്പോൾ ബാക്കിലിരുന്ന് മഅ്മൂമീങ്ങൾ ആമീൻ പറയുന്നു. എന്നാൽ വീടുകളിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ, സഹോദരിമാർ, അവർ നിസ്കാരത്തിന് ശേഷം ഈ ദുആ അരക്കണം. ഈ ദുആ അറിയാത്തവരുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കണം, അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് പഠിക്കണം. കണ്ട് ദുആ ഇരുന്നാലും മതി, കാണാതെ അറിയില്ല എന്ന് വിചാരിച്ചാൽ ഒഴിവാക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധമായ റജബ്, ആ റജബ് 1 മുതൽ 29 അല്ലെങ്കിൽ 30 ദിവസം വരെ നമ്മൾ ഈ ദുആ അരക്കുന്നു. ശേഷം ശഅബാനിലും ദുആ അരക്കുന്നു. അതുപോലെ റമളാൻ മാസമായി കഴിഞ്ഞാൽ റമളാനെ കുറിച്ച് ദുആ അരക്കുന്നു. ഇങ്ങനെ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് തരണേ എന്ന് 60 ദിവസം 60 ദിവസത്തോളം നമ്മൾ ദുആ അരക്കുകയാണ്. മനസ്സിലാക്കണം. ഒന്നുകിൽ 58 ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തോളം, 60 കൂട്ട്, ആ 60 ദിവസത്തോളം നമ്മൾ ദുആ അരക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ 60 ദിവസം തന്നെ 60 പ്രാവശ്യമല്ല, ഒരു ദിവസം 1 പ്രാവശ്യമല്ല, ഒരു ദിവസം 5 പ്രാവശ്യമാണ് ദുആ അരക്കുന്നത്. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം, 5 വഖത്ത് നിസ്കാരത്തിന്റെ ശേഷം ദുആ അരക്കുന്നു. അങ്ങനെ 60 ദിവസം ദുആ അരക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തെ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ നമ്മുടെ എല്ലാ കാര്യത്തിലും ബറക്കത്ത് കിട്ടുന്നതാണ്, നമ്മുടെ എല്ലാ വിഷയത്തിലും ബറക്കത്തുണ്ടാകുന്നതാണ്. സഹോദരന്മാരെ, പലരും പല പ്രശ്നങ്ങൾ പറയുന്നില്ലേ? ഒന്നിലും ബറക്കത്തില്ല. സമ്പത്തിൽ ബറക്കത്തില്ല, സന്താനത്തിൽ ബറക്കത്തില്ല, വീട്ടിൽ ബറക്കത്തില്ല, ജോലിയിൽ ബറക്കത്തില്ല, ബിസിനസ്സിൽ ബറക്കത്തില്ല. ഇങ്ങനെ പല ബുദ്ധിമുട്ടും പറയുന്നവരുണ്ട്. എന്നാൽ ഈ ദുആ ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. സുന്നത്തല്ലേ ദുആ? ഈ ദുആ പ്രത്യേകിച്ച് സുന്നത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതുകൊണ്ട് ഈ ദുആ സുന്നത്താണ്. ആ ദുആ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ദുആ പഠിക്കണം. ഈ ദുആ പഠിച്ച് നിങ്ങൾ ചെയ്താൽ എല്ലാത്തിലും ബറക്കത്തുണ്ടാകും. അതെ, എല്ലാ വിഷയത്തിലും ബറക്കത്തുണ്ടാകും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ
വബല്ലഗ്നാ ശഹ്റ റമളാൻ. എന്നിട്ട് നമ്മൾ പറയുന്നു, പിന്നെ റസൂലുള്ളാഹി ദുആ എന്ന ആ ദുആയ്ക്കകത്ത് ശേഷം പറയുന്നതില്ല. ശേഷം പറയുന്നത് മഹാന്മാരൊക്കെ ചെയ്തു തന്നത് പ്രകാരം നമ്മൾ ചെയ്യുകയാണ്. എന്താണ്? വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വലിക്സാരി തിലാവത്തിൽ ഖുർആൻ. ആ പരിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് ദുആ ചെയ്യുന്നതിന് ശേഷം പറയുന്നു, അല്ലാഹുവേ ആ പരിശുദ്ധമായ റമളാനിൽ നോമ്പ് പിടിക്കാനും തറാവീഹ് നിസ്കരിക്കാനും അതുപോലെ തന്നെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ എന്ന് നമ്മൾ ദുആ രക്കുകയാണ്. എത്ര വലിയ പ്രത്യേകതയുള്ള ദുആയാണ്! ഒരിക്കലും ആ ദുആ ഒഴിവാക്കാൻ പാടില്ല. എല്ലാവരും ആ ദുആ ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ രക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ റമളാൻ. അത്രയെങ്കിലും ദുആ രക്കണം. ബാക്കി അറിയുന്നവർ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വലിക്സാരി തിലാവത്തിൽ ഖുർആൻ വലിസാഇറിൽ ഖൈറാത്തി ലിവജ്ഹിക്കൽ കരീം. സഹോദരന്മാരെ, അതുകൊണ്ട് ധാരാളം ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടാനുള്ള മാസമാണ് കടന്നു വരാൻ പോകുന്നത്. ഈ കടന്നു വന്നിരിക്കുന്നത് പരിശുദ്ധമായ റജബ് മാസം. ആ റജബിൽ നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്ത് മടങ്ങണം, നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ചെടുക്കണം. തൊട്ടടുത്തായി ശഅബാൻ മാസം കടന്നു വരുമ്പോൾ ആ ശഅബാൻ മാസത്തിലും നമ്മൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യുക, തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക. അങ്ങനെ പരിശുദ്ധമായ ഹൃദയത്തോടെ ഹൃദയം പരിശുദ്ധമാക്കിയെടുത്ത് പരിശുദ്ധമായ റമളാനെ വരവേറ്റുകൊണ്ട് ആ റമളാനിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. അങ്ങനെ നമുക്ക് വിജയം വരിക്കാൻ പറ്റും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതാ ഒരു അഅറാബിയായ മനുഷ്യൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മൻ ഖൈറുൻ നാസ്, അല്ലയോ നബിയേ, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, മൻ ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്ന് ചോദിച്ചപ്പോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. അതാ ഒരു മനുഷ്യൻ അല്ലാഹു തആല ദീർഘായുസ് കൊടുത്തു, ഒരുപാട് കാലം ജീവിക്കാൻ അവൻ ആയുസ് കൊടുത്തു, ആയുസ് നീട്ടിക്കൊടുത്തു. വഹസുന അമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ലതാവുകയും ചെയ്തു. അവൻ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു, നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. അവൻ്റെ ആയുസ്സിനെ അവൻ വെറുതെ കളഞ്ഞില്ല. അള്ളാഹു കൊടുത്ത ആയുസ് അവൻ വെറുതെ കളയാതെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അവൻ്റെ ജീവിതം അവൻ ധന്യമാക്കിയെടുത്താൽ അവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ അഅറാബിയായ മനുഷ്യൻ വീണ്ടും ചോദിക്കുകയാണ്, വ അയ്യുന്നാസി ശർറുൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ മോശപ്പെട്ടവൻ ആരാണ്? ജനങ്ങളുടെ കൂട്ടത്തിൽ ഷർറായവനാരാണ്? മോശപ്പെട്ടവൻ ആരാണ്? ഖാല, ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. അല്ലാഹു അതുപോലെ മറ്റൊരുത്തനിക്കതാ ദീർഘായുസ് കൊടുത്തു, പക്ഷേ വസാഅ അമലുഹു, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മോശമായിരുന്നു. അവൻ്റെ ആയുസ് വെറുതെ അവൻ കളഞ്ഞു. അവൻ കള്ളു കുടിച്ച് കളഞ്ഞു, നിസ്കരിക്കാതെ സമയം വെറുതെ കളഞ്ഞു, റമളാൻ വന്നപ്പോൾ നോമ്പ് പിടിച്ചില്ല, ഹജ്ജ് നിർബന്ധമായിട്ടും അവൻ ആ ഹജ്ജ് നിർവഹിച്ചില്ല. അവൻ്റെ ആയുസ് മുഴുവൻ അവൻ വെറുതെ കളഞ്ഞവനാണ്, മോശമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കളഞ്ഞവനാണ്. അതേ ദീർഘായുസ് കിട്ടിയിട്ടും ഒരുപാട് കാലം ജീവിക്കാൻ അവന് ഭാഗ്യം കിട്ടിയിട്ടും അവൻ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ ആയുസ്സിനെ ധന്യമാക്കാതെ, ആ ജീവിതം ധന്യമാക്കാതെ മോശപ്പെടുത്തിയവനാണ് അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദീർഘായുസ് എന്നത് അവന് ഖൈറാണ്. ദീർഘായുസ് കിട്ടുക എന്നത് അവന് ഖൈറായ കാര്യമാണ്. മോശമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദീർഘായുസ് കിട്ടിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അവൻ വീണ്ടും ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുകയാണ്. മുഅ്മിനായ മനുഷ്യൻ അത് ഖൈറാണ്. അത് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു
അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതമന്ന അഹദുകുമുൽ മൗത്ത്, നിങ്ങൾ ആരും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. വലാ യദ്ഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതിയഹു, ആ മരണം വരുന്നതിന് മുമ്പ് മരിക്കണമെന്ന് പറഞ്ഞ് ദുആരക്കാനും പാടില്ല. കാരണം എന്താണ്? ഇന്നഹു ഇദാ മാത അഹദുകും ഇൻഖത അമലുഹു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അമലുകളും അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. പിന്നെ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒരു നന്മയും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു നന്മയും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല, മരിക്കണമെന്ന് ദുആരക്കാൻ പാടില്ല. ആരും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. മരണത്തെ ഓർക്കണം, അത് സുന്നത്താണ്. മരണത്തെ ഓർക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് മരണത്തെ ഓർക്കൽ നമുക്ക് നിർബന്ധമാണ്, നമ്മൾ അത്യാവശ്യമുള്ള കാര്യമാണ്, അനിവാര്യമായ കാര്യമാണ്. എന്നാൽ മരിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അമലുകളും മുറിഞ്ഞു പോവുകയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ സ്റ്റോപ്പാവുകയാണ്. ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ. കാരണം എന്താണ്? മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദീർഘായുസ് കിട്ടിയാൽ അത് അവന് ഖൈറാണ്. മുഅ്മിനായ ഒരു മനുഷ്യന് ദീർഘായുസ് കിട്ടിയാൽ അവനത് ഖൈറാണ്. കാരണം അവൻ ധാരാളം ഇബാദത്തുകൾ ചെയ്തു കൂട്ടുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദീർഘായുസ് കിട്ടിയാൽ അതവന് ഉപകാരമാണ്. മോശമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദീർഘായുസ് കിട്ടിയിട്ട് ഒരു ഉപകാരവുമില്ല. അതാ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. കാന ബഅദുൽ ഉലമാഇ സ്വാലിഹീൻ ഖദ് മരിള ഖബല ശഹ്രി റജബ്, റജബ് മാസത്തിന്റെ മുമ്പ് രോഗം ബാധിക്കുമ്പോൾ ചില ഉലമാക്കൾ അതാ റമളാനിന്റെ മുമ്പ് അല്ല റജബ് മാസത്തിന്റെ മുമ്പ് ഈ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ഈ റജബ് മാസം, ആ റജബിന്റെ മുമ്പ് രോഗമുള്ളവരായി മാറിയാൽ ഫഖാല, അവർ പറയും ഇന്നി ദഅവതുല്ലാഹ അൻ യുഅഖിറ വഫാതി ഇലാ ശഹ്രി റജബ്, റജബിന്റെ അവസാനത്തിലേക്ക് അതാ അൻ യുഅഖിറ വഫാതി, എൻ്റെ വഫാത്തിനെ പിന്തിക്കണം, ഇലാ ശഹ്രി റജബ്, റജബ് മാസത്തിലേക്ക് പിന്തിക്കണമെന്നവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഫഇന്നഹു ബലഗനി അന്നല്ലാഹ ഫീഹി ഉതഖാ, അതേ റജബ് മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ നരകമോചനം നൽകുന്നുണ്ട്, ജനങ്ങൾക്ക് അവരുടെ അടിമകൾക്ക് നരകമോചനം നൽകുന്നുണ്ട്. ഫബലഗഹുല്ലാഹു ദാലിക വമാത ഫീ ശഹ്രി റജബ്, അങ്ങനെ മരണാസന്നമായ രോഗം ബാധിച്ച ചില ഉലമാക്കൾ ദുആരക്കുന്നു. അതാ റജബിന് മുമ്പ് അവർ രോഗം ബാധിക്കുമ്പോൾ എൻ്റെ വഫാത്തിനെ റജബിലേക്ക് നീ പിന്തിക്കണേ അല്ലാ. കാരണം റജബ് മാസത്തിൽ വഫാത്തായാൽ നരകമോചനം നൽകപ്പെടുന്ന വിഭാഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസത്തിൽ നരകമോചനം നൽകുന്നുണ്ട്. അതുകൊണ്ട് അതിൽ പെട്ടുകിട്ടാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ അവർ അതിനു മുമ്പ് മരണാസന്നമായ വല്ല രോഗവും ബാധിച്ചു കഴിഞ്ഞാൽ അവർ ദുആ ചെയ്യുകയാണ്, എന്നെ റജബ് മാസത്തിലേക്ക് പിന്തിക്കണേ അല്ലാ. അങ്ങനെ ആ റജബ് മാസം ആഗതമാകുമ്പോൾ അവർ മരിക്കുകയും ചെയ്യുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്കും ചില സമയങ്ങൾക്കും ചില വ്യക്തികൾക്കുമൊക്കെ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക് പ്രത്യേകത നൽകി, ചില ദിവസങ്ങൾക്ക് പ്രത്യേകത നൽകി. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് സഹോദരന്മാരെ. അതുപോലെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് ഈ പരിശുദ്ധമായ റജബ് മാസം. അതാ മഹാനായ ഷാഫി ഇമാം പഠിപ്പിക്കുന്നത് കാണാം. വബലഗന അന്നഹു കാന യുഖാലു ഇന്ന ദുആ യുസ്തജാബു ഫീ ഖംസി ലയാലിൻ, 5 രാത്രികളിൽ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. 5 രാത്രികളിൽ ദുആയ്ക്ക് ഇജാബത്തുള്ള രാത്രികളാണ്. അതാ ഫീ ലൈലത്തിൽ ജുമുഅ, ഒന്ന് ജുമുഅയുടെ രാത്രിയാണ്, വെള്ളിയാഴ്ച രാവ് ദുആയ്ക്ക് ഇജാബത്തുണ്ട്. വലൈലത്തുൽ അദ്ഹാ, വലിയ പെരുന്നാളിന്റെ രാത്രിയാണ്.
വലിയ പെരുന്നാളിൻ്റെ രാത്രിയിൽ ദുആയ്ക്ക് ഉത്തരമുണ്ട്. വലൈലത്തുൽ ഫിത്രി, ചെറിയ പെരുന്നാൾ രാത്രിയിലും ദുആയ്ക്ക് ഉത്തരമുണ്ട്. അതുപോലെ അവ്വൽ ലൈലത്തിൻ മിൻ റജബ്, റജബ് മാസത്തിൻ്റെ ആദ്യത്തെ രാത്രിയിൽ ദുആയ്ക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിൻ്റെ പകുതി, ശഅബാനിൻ്റെ പകുതിയാകും, പകുതിയുടെ ആ രാത്രിയുണ്ടല്ലോ, ശഅബാൻ 15-ാം രാവ്. ആ ശഅബാൻ 15-ാം രാവിന് ദുആയ്ക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. ഈ പരിശുദ്ധമായ റജബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ? റജബ് 27-നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര പോയത്. ബുറാഖ് എന്ന മൃഗത്തിൻ്റെ പുറത്ത് കയറി ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടൊപ്പം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയ രാത്രി ഏതാണ്? റജബ് 27. ഈ മാസത്തിലാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിസ്കാരം വർദ്ധിപ്പിക്കണം. വാർഷികം വരുമ്പോൾ നമ്മൾ അതും വർദ്ധിപ്പിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നിസ്കാരത്തിൻ്റെ വാർഷികമാണ്. അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയി ഇസ്രാ മിഅ്റാജ് നടന്ന ആ രാത്രിയും ഈ റജബ് 27-നാണ്. അതുപോലെ റജബ് മാസത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നു, റജബ് മാസത്തിൽ നോമ്പ് പിടിച്ചാൽ ആ നോമ്പിന് സ്വർഗത്തിൽ അള്ളാഹു ഒരു കൊട്ടാരം കൊടുക്കുന്നതാണ്. حدثنا عامر بن الشبل قال سمعت أبا قلابة يقول في الجنة قصر لصوام رجب. റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുക്കുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. സഹോദരന്മാരെ, അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മാസമാണ് റജബ് മാസം. അതുമാത്രമല്ല, മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതാ ഒരു നോമ്പ് പിടിച്ചാൽ, റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ ഒരു നോമ്പിന് 30 നോമ്പിൻ്റെ കൂലിയാണ്. 30 നോമ്പിൻ്റെ കൂലിയാണ്. ഒരു നോമ്പിന് 30 നോമ്പിൻ്റെ കൂലി. എന്നാലോചിച്ച് നോക്കിയേ, റജബിൽ ഒരു ദിവസം നോമ്പ് പിടിച്ചാൽ 30 നോമ്പ് പിടിച്ചതിൻ്റെ കൂലി ഒരു നോമ്പിന് കിട്ടും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സഹാബത്ത് പറയുകയാണ്, റജബ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. എത്രത്തോളം വെച്ചാൽ ഞങ്ങൾ വിചാരിക്കും ഇനി റജബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് പിടിക്കാതിരിക്കുകയില്ല, റജബിലെ ഒരു ദിവസം പോലും നോമ്പ് ഒഴിവാക്കൂല എന്ന് ഞങ്ങൾ ചിന്തിക്കും. ആ രൂപത്തിൽ നോമ്പ് പിടിക്കും. പിന്നെ നോക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നോമ്പില്ല. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ കരുതും ഇനി റജബിൽ നോമ്പ് പിടിക്കൂല എന്ന് കരുതും. പക്ഷെ വീണ്ടും പിടിക്കും. അപ്പോൾ റജബിൽ ഒരുപാട് നോമ്പ് പിടിച്ചിരുന്നു. റജബ് മാസത്തിൽ ഒരുപാട് നോമ്പ് പിടിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കഴിയുന്നത്ര സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റിയ ഒരു മാസമാണ് റജബ് മാസം. അതുകൊണ്ട് ഈ റജബ് മാസത്തിൽ കഴിയുന്നവരൊക്കെ നോമ്പ് വർദ്ധിപ്പിക്കണം. എല്ലാ ദിവസവും നോമ്പ് പിടിക്കണമെന്നില്ല. എല്ലാ ദിവസവും നോമ്പ് പിടിച്ചാൽ റമളാൻ ആകുമ്പോഴേക്കും കുഴഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം? റജബിലും നോമ്പ് പിടിക്കണം. റജബിൽ കഴിയുന്നത്ര നോമ്പ് പിടിക്കണം. ഒരു ദിവസം പിടിക്കുക, ഒരു ദിവസം പിടിക്കണ്ട, അങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. നോമ്പ് പിടിക്കാത്ത ദിവസങ്ങളും ഉണ്ടായിരുന്നു, പിടിക്കുന്ന ദിവസങ്ങളും ഉണ്ടായിരുന്നു റജബിൽ. അപ്പോൾ റജബ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്താണ്, നോമ്പ് പിടിക്കൽ സുന്നത്താണ്. കഴിയുന്നവർക്കൊക്കെ പിടിക്കാവുന്നതാണ്. ഒരു നോമ്പിന് 30 നോമ്പിൻ്റെ കൂലിയും കിട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റജബാണ് ആഗതമായിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഈ മാസത്തിൻ്റെ പ്രത്യേകത മറന്നു പോകരുത്. ആരും അലസന്മാരായി നടക്കരുത്. നമ്മൾ തൗബ ചെയ്യണം, തൗബ ചെയ്ത് നന്നാവണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, തൗബ ചെയ്ത് നന്നാകണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാൻ നിർത്തുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ദുആ ഇറക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.